നമസ്കാരം. 2 മിനിറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിന്റെ വിവാദ പ്രസംഗത്തിൽ വിശദീകരണം തേടി സുപ്രീം കോടതി. ജഡ്ജിയുടെ പ്രസംഗത്തിന്റെ പൂർണ്ണരൂപവും വിശദാംശങ്ങളും സമർപ്പിക്കാനാണ് അലഹബാദ് ഹൈക്കോടതിയോട് സുപ്രീം കോടതി രജിസ്ട്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. കഴിഞ്ഞ ഞായറാഴ്ച വിശ്വ ഹിന്ദു പരിഷത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴാണ് ജസ്റ്റിസ് ശേഖർ കുമാർ യാദവ് വിവാദ പ്രസംഗം നടത്തിയത്. അടുത്തിടെ നടന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ EVM-ൽ കൃത്രിമം നടന്നെന്നാരോപിച്ച് സുപ്രീം കോടതിയെ സമീപിക്കാനൊരുങ്ങി ഇന്ത്യ സഖ്യം. ഇന്ന് വൈകിട്ട് NCP അധ്യക്ഷൻ ശരത് പവാറും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് സഖ്യത്തിന്റെ നീക്കം. ഉത്തർപ്രദേശിൽ 180 വർഷം പഴക്കമുള്ള മസ്ജിദ് ജില്ലാ ഭരണകൂടം പൊളിച്ചു നീക്കി. ഫത്തേപൂർ ലാലൌലിയിലെ നൂരി ജുമാ മസ്ജിദാണ് ജില്ലാ ഭരണകൂടം പൊളിച്ചു നീക്കിയത്. അനധികൃത നിർമ്മാണം ആരോപിച്ചായിരുന്നു ജില്ലാ ഭരണകൂടത്തിന്റെ നടപടി. ഫത്തേപൂർ ജില്ലയിലെ ലാലൌലി നൂരി ജുമാ മസ്ജിദിന്റെ പ്രധാന ഭാഗങ്ങളെല്ലാം പൊളിച്ചു നീക്കിയിട്ടുണ്ട്. സംഭലിൽ സംഘർഷ സാധ്യതകൾ നിലനിൽക്കുന്നതിനിടെയാണ് അനധികൃത നിർമ്മാണം ആരോപിച്ച് UP സർക്കാർ ബുൾഡോസർ രാജ് നടപ്പിലാക്കിയത്. ക്രിസ്മസ് പുതുവത്സര അവധിക്ക് നാട്ടിലെത്താൻ കാത്തിരിക്കുന്നവർക്ക് റെയിൽവേയുടെ പതിവ് പ്രഹരം. ബംഗളൂരുവിൽ നിന്ന് മധ്യ കേരളത്തിലേക്കുള്ള ട്രെയിനുകളിൽ വെയിറ്റിംഗ് ലിസ്റ്റ് 150-ന് മുകളിലാണ്. തമിഴ്നാടിനും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്കുമായി പ്രത്യേക ട്രെയിൻ അനുവദിക്കുന്ന റെയിൽവേ കേരളത്തെ മറന്ന മട്ടാണ്. അന്തർ സംസ്ഥാന യാത്രയ്ക്കും ടിക്കറ്റ് ലഭിക്കാതെ യാത്രക്കാർ ദുരിതത്തിൽ. ജനപ്രതിനിധികളുടെ ശ്രദ്ധ വേണ്ടവിധം പതിയുന്നില്ല എന്ന പരാതി വ്യാപകമായിട്ടുണ്ട്. കേരളത്തിൽ വന്യജീവി ആക്രമണത്തിൽ 2021 മുതൽ 2024 ജൂലൈ വരെ കൊല്ലപ്പെട്ടത് 316 പേർ, പരിക്കേറ്റത് 3677 പേർക്ക്. ലോക്സഭയിൽ NK പ്രേമചന്ദ്രൻ MPയുടെ ചോദ്യത്തിന് കേന്ദ്രം വനമന്ത്രി ഭൂപേന്ദ്ര യാദവ് നൽകിയ മറുപടിയാണിത്. 1844 വളർത്തുമൃഗങ്ങൾ നഷ്ടമായെന്നും മറുപടിയിൽ പറയുന്നു. ഇന്ത്യയിൽ പ്രമേഹ വ്യാപന നിരക്കിൽ മുന്നിലുള്ളത് കേരളമാണെന്ന് കേന്ദ്രം. 42.92 ലക്ഷം പ്രമേഹ രോഗികളാണ് സംസ്ഥാനത്തുള്ളതെന്ന് ലോക്സഭയിലെ ചോദ്യത്തിന് ആരോഗ്യ സഹമന്ത്രി പ്രതാപ് റോ ജാദവ് മറുപടി നൽകി. ജനസംഖ്യ അനുപാതത്തിൽ ഏറ്റവും ഉയർന്ന പ്രമേഹ നിരക്ക് രേഖപ്പെടുത്തിയത് കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് പുതിയ വെല്ലുവിളിയാണെന്നും മന്ത്രി പറഞ്ഞു. വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.